നിങ്ങളും ഞാനും എല്ലാം ഡെയിലി ലൈഫിൽ പറയാറുള്ള ചില കാര്യങ്ങളുണ്ട്. ഇന്ന് വൈകിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, എന്നിട്ടും ഓഫീസിൽ സമയത്തെത്തി. മറ്റൊന്ന്, പരീക്ഷ വളരെ ഹാർഡായിരുന്നു, എന്നിട്ട് പോലും അവൻ നല്ല മാർക്കോടെ പാസ്സായി. അപ്പോൾ ഈ എന്നിട്ട് പോലും എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം അർത്ഥം ഒട്ടും മാറാത്ത രീതിയിൽ ഇംഗ്ലീഷിൽ പറയാൻ ഒന്നിലധികം മാർഗ്ഗങ്ങളുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മറന്നു പോകരുത് കേട്ടോ, ഈ വീഡിയോൻ്റെ അവസാനം ഒരു ഷോർട്ട് ക്വിസ് ഉണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്നിട്ടും എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് പല രീതികളുണ്ട്. അതിൽ ആദ്യത്തെ രണ്ടെണ്ണമാണ് നമ്മളിവിടെ കാണുന്നത്, ഇൻ സ്പൈറ്റ് ഓഫ്, ഡിസ്പൈറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവാൻ ഞാൻ മലയാളത്തിലൊരു സെൻറ്റൻസ് ആദ്യം പറയാം. മഴയുണ്ടായിരുന്നിട്ടും ഞങ്ങൾ പുറത്തു പോയി. ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻ സ്പൈറ്റ് ഓഫ് ദ റെയിൻ വി വെൻറ്റ് ഔട്ട്. ഇൻ സ്പൈറ്റ് ഓഫ് ദ റെയിൻ വി വെൻറ്റ് ഔട്ട്. ഇതേ കാര്യം എനിക്ക് ഡിസ്പൈറ്റ് ഉപയോഗിച്ചും പറയാം. അപ്പോൾ സെൻറ്റൻസ് എന്തായി? ഡിസ്പൈറ്റ് ദ റെയിൻ വി വെൻറ്റ് ഔട്ട്. അപ്പോൾ എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ആദ്യത്തേതിൽ ഞാൻ ഇൻ സ്പൈറ്റ് ഓഫ് എന്ന് ഉപയോഗിച്ചു. അവിടെ കണ്ടല്ലോ, അതൊരു ഫ്രേസാണ്. അതായത് 3 വാക്കുകളുണ്ട് അവിടെ, ഇൻ സ്പൈറ്റ് ഓഫ്. ഇത് മൂന്നും എപ്പോഴും നമ്മൾ ഒരുമിച്ച് തന്നെ ഉപയോഗിച്ചിരിക്കണം. ഇൻ സ്പൈറ്റ് ഓഫ് ദ റെയിൻ വി വെൻറ്റ് ഔട്ട്. രണ്ടാമത്തതിലോ ഡിസ്പൈറ്റ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഡിസ്പൈറ്റിൻ്റെ കൂടെ ഓഫ് അല്ലെങ്കിൽ വേറൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല. ഡിസ്പൈറ്റ് തനിച്ചൊരു വാക്കായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഈ സെൻറ്റൻസിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ? മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴയുണ്ടെങ്കിൽ സാധാരണ പുറത്ത് പോകാതിരിക്കുകയാണ് വേണ്ടത്. പക്ഷേ മഴയുണ്ടായിരുന്നിട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നടന്നത്, നമ്മൾ പുറത്ത് പോയി. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് അവിടെ കാണിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഇൻ സ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡിസ്പൈറ്റ് എല്ലാം ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം, മൂടൽമഞ്ഞുണ്ടായിട്ടും പ്ലെയിൻ ലാൻഡ് ചെയ്തു. അപ്പോൾ മൂടൽമഞ്ഞ് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഫോഗ് എന്നാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കൂ, ഇൻ സ്പൈറ്റ് ഓഫ് ഉപയോഗിച്ച ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫോഗ് ദ പ്ലെയിൻ ലാൻഡഡ്. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, ആ ഇൻസ്പൈറ്റ് വരുന്ന ഭാഗം സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫോഗ് എന്ന് കഴിഞ്ഞിട്ട് ഞാനൊരു കോമ ഇട്ടിട്ടുണ്ടല്ലേ. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്നത് സെൻറ്റൻസിൻ്റെ മധ്യത്തിലും വരാം. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെയാവും? ദ പ്ലെയിൻ ലാൻഡഡ് ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫോഗ്. ആദ്യത്തതിൽ ഇൻ സ്പൈറ്റ് ഓഫ് എന്നത് വെച്ചാണ് തുടങ്ങിയതെങ്കിൽ ഇവിടെ അത് സെൻറ്റൻസിൻ്റെ നടുക്കാണ് വന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്നതിൽ ഒരു കോമയുടെ ആവശ്യമില്ല. ദ പ്ലെയിൻ ലാൻഡഡ് കഴിഞ്ഞിട്ട് ഞാൻ കോമ ഇട്ടിട്ടില്ല അല്ലേ. ദ പ്ലെയിൻ ലാൻഡഡ് ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫോഗ് എന്ന് പോസ് ഇല്ലാതെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാലോ, ഇൻ സ്പൈറ്റ് ഓഫ് എന്നുള്ളതിന് പകരം നമുക്ക് ഡിസ്പൈറ്റ് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ സെൻറ്റൻസ് എന്താവും? ഡിസ്പൈറ്റ് ദ ഫോഗ്, കോമ ദ പ്ലെയിൻ ലാൻഡഡ്. ഇനി ഈ സെൻറ്റൻസ് തിരിച്ചും പറയാം നമുക്ക്, ദ പ്ലെയിൻ ലാൻഡഡ് ഡിസ്പൈറ്റ് ദ ഫോഗ്. കണ്ടല്ലോ, ഈ രണ്ടാമത്തെ സെൻറ്റൻസിൽ ഞാൻ നടുക്ക് കോമ ഇട്ടിട്ടില്ല കേട്ടോ. ഇനി മറ്റൊരു സെൻറ്റൻസ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും അയാൾ ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ ഇൻ സ്പൈറ്റ് ഓഫ് ഉപയോഗിച്ച സെൻറ്റൻസ് എങ്ങനെയാണ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഡിഫിക്കൽട്ടീസ് ഹി ഹെൽപ്ഡ് അസ്. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഡിഫിക്കൽട്ടീസ്, കോമ ഹി ഹെൽപ്ഡ് അസ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇൻ സ്പൈറ്റ് ഓഫ് എന്നീ 3 വാക്കുകൾ നമ്മൾ ഒരുമിച്ച് തന്നെ ഉപയോഗിക്കണം കേട്ടോ. വളരെ കോമൺ ആയിട്ട് കാണാറുള്ളൊരു മിസ്റ്റേക്കാണ്, ഇൻ സ്പൈറ്റ് കഴിഞ്ഞിട്ട് ആ ഓഫ് എഴുതാൻ മറന്നു പോകും. അപ്പോൾ ഇങ്ങനെ പറയുന്നത് തെറ്റാണ്. ഇൻ സ്പൈറ്റ് ദ ഡിഫിക്കൽട്ടീസ് ഹി ഹെൽപ്ഡ് അസ്. ഇവിടുത്തെ തെറ്റ് കണ്ടല്ലോ, ഓഫ് എന്നുള്ളത് പറയാൻ വിട്ടുപോയി. ഇതേ കാര്യം നമ്മൾ എങ്ങനെയാണ് ഡിസ്പൈറ്റ് ഉപയോഗിച്ച് പറയുന്നത്? ഡിസ്പൈറ്റ് ദ ഡിഫിക്കൽട്ടീസ് ഹി ഹെൽപ്ഡ് അസ്. ഇവിടെ കണ്ടുവരാറുള്ളൊരു തെറ്റെന്താണെന്നറിയോ? ഡിസ്പൈറ്റ് കഴിഞ്ഞിട്ട് ആവശ്യമില്ലാതെ ഒരു ഓഫ് ചേർക്കാൻ ശ്രമിക്കാറുണ്ട് ചിലർ. അപ്പോൾ ആ തെറ്റ് വരുത്തരുത്, ഡിസ്പൈറ്റ് എപ്പോഴും തനിച്ച് തന്നെ വരണം. ഇപ്പോൾ നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ച് പറഞ്ഞ 3 സെൻറ്റൻസസ് ആണ് നിങ്ങളീ കാണുന്നത്. ഈ 3 സെൻറ്റൻസസിലും ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞ് എന്താണ് വന്നിരിക്കുന്നത് നോക്കൂ. ആദ്യത്തതിൽ ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ, മഴ. രണ്ടാമത്തതിൽ ഇൻസ്പൈറ്റ് ഓഫ് ദ ഫോഗ്, മൂടൽമഞ്ഞ്. മൂന്നാമത്തതിൽ ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞ് വന്നത് ദ ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇത് 3ഉം നൗൺസ് ആണ്. നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒന്നിൻ്റെ പേര് അല്ലേ, എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരാണ് നൗൺ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഇൻ സ്പൈറ്റ് ഓഫ് കഴിഞ്ഞ് വരുന്നത് എപ്പോഴും ഒരു നൗൺ ആയിരിക്കണം. അപ്പോൾ ഇതേ സെൻറ്റൻസസ് നമ്മൾ ഡിസ്പൈറ്റ് ഉപയോഗിച്ച് പറഞ്ഞില്ലേ, അതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇവിടെയും സംഭവം അത് തന്നെയാണ്. ഡിസ്പൈറ്റ് കഴിഞ്ഞ് വരുന്നത് എപ്പോഴും
നൗൺ ആയിരിക്കും. നോക്കൂ, ഡിസ്പൈറ്റ് ദ റെയിൻ, ഡിസ്പൈറ്റ് ദ ഫോഗ്, ഡിസ്പൈറ്റ് ദ ഡിഫിക്കൽട്ടീസ്. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡിസ്പൈറ്റ് കഴിഞ്ഞു വരുന്നത് എപ്പോഴും ഒരു നൗൺ ആയിരിക്കണം എന്ന് ഓർത്ത് വയ്ക്കുക. ഇതേ പാറ്റേണിൽ വരുന്ന മറ്റൊരു സെൻറ്റൻസ് കൂടെ നോക്കാം. അപ്പോൾ മലയാളത്തിൽ വരുന്നത് ഇങ്ങനെയാണ്: കഠിന പ്രയത്നം ഉണ്ടായിരുന്നിട്ടും ടീം മത്സരത്തിൽ തോറ്റു. അപ്പോൾ കഠിന പ്രയത്നം എന്നതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്ന വാക്ക് എന്താണ്? ഹാർഡ് വർക്ക്. അതൊരു നൗൺ ആണ് കേട്ടോ. എങ്ങനെയാണ് സെൻറ്റൻസ് വരിക? ഇൻസ്പൈറ്റ് ഓഫ് ദ ഹാർഡ് വർക്ക് ദ ടീം ലോസ് ദ മാച്ച്. കണ്ടോ, ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞ് വന്നത് ഇവിടെ എന്താണ്? ഹാർഡ് വർക്ക്. ഒരു നൗൺ ആണ്, കഠിനാധ്വാനം എന്നർത്ഥം. ഇതേ കാര്യം എനിക്ക് വേറൊരു രീതിയിലും പറയാം. ഈ സെൻറ്റൻസ് നോക്കൂ: ഇൻസ്പൈറ്റ് ഓഫ് വർക്കിംഗ് ഹാർഡ് ദ ടീം ലോസ് ദ മാച്ച്. ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞ് വന്നത് എന്താണ്? വർക്കിംഗ് ഹാർഡ്. അപ്പോൾ ഈ വർക്കിംഗ് എന്നുള്ള വാക്ക് കാണുമ്പോൾ ചിലരെങ്കിലും വിചാരിച്ചേക്കാം അതൊരു വേർബാണ്, വേർബിൻ്റെ കൂടെ ing ചേർത്ത ഫോമാണ്, ക്രിയയാണെന്ന്. അങ്ങനല്ല കേട്ടോ. ഇവിടെ നമ്മൾ വേർബിൻ്റെ കൂടെ ing ചേർത്തിട്ടുണ്ടെങ്കിലും അതൊരു നൗൺ ആയിട്ട് തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വേർബിൻ്റെ കൂടെ ing വരുന്ന ആ ഒരു ഫോമിനെ നമ്മൾ വിളിക്കുന്നത് ജെറണ്ട് എന്നാണ്. അതൊരു നൗണിൻ്റെ ഫങ്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ജെറൻസിനെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് അറിയാൻ കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കണ്ട സെൻറ്റൻസ് ഞാൻ ഡിസ്പൈറ്റ് ഉപയോഗിച്ചും പറയാൻ പോവാണ്. എങ്ങനെ പറയാം? ഡിസ്പൈറ്റ് വർക്കിംഗ് ഹാർഡ് ദ ടീം ലോസ് ദ മാച്ച്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡിസ്പൈറ്റ് കഴിഞ്ഞാൽ എപ്പോഴും നൗൺ ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ അത് ശരിയായ ഒരു നൗണായിട്ട്, അതായത് എന്തിൻ്റെയെങ്കിലും പേരായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. മറ്റ് ചിലപ്പോൾ വേർബിൻ്റെ കൂടെ ing ചേർന്ന രൂപത്തിലായിരിക്കും വരുന്നത്. അപ്പോഴും അതൊരു നൗൺ തന്നെയാണെന്ന് ഓർക്കുക. ഇനി മറ്റൊരു സെൻറ്റൻസ്: ട്രെയിൻ വിട്ടുപോയിട്ടും അയാൾക്ക് എങ്ങനെയോ സമയത്ത് എത്താൻ സാധിച്ചു. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇൻസ്പൈറ്റ് ഓഫ് മിസ്സിംഗ് ദ ട്രെയിൻ ഹി മാനേജ്ഡ് ടു റീച്ച് ഓൺ ടൈം. കണ്ടോ, ഇൻസ്പൈറ്റ് ഓഫ് മിസ്സിംഗ് ദ ട്രെയിൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ട്രെയിൻ വിട്ടു പോകൽ എന്നത് ഒരു നൗണായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞിട്ട് മിസ്സിംഗ് ദ ട്രെയിൻ എന്ന് പറഞ്ഞത്. ഇതേ കാര്യം നമുക്ക് ഡിസ്പൈറ്റ് ഉപയോഗിച്ചും പറയാം. ഡിസ്പൈറ്റ് മിസ്സിംഗ് ദ ട്രെയിൻ ഹി മാനേജ് ടു റീച്ച് ഓൺ ടൈം. ഇനി എനിക്ക് എങ്ങനെ പറയണമെങ്കിലോ, ക്ഷീണിതയായിരുന്നിട്ടും എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. അത് ഇംഗ്ലീഷിൽ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ: ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ടയേർഡ് ഐ കുഡിൻ സ്ലീപ്പ്. ക്ഷീണിതയായിരിക്കുക എന്ന് പറയുന്നത് ഒരവസ്ഥയാണല്ലോ. ആ അവസ്ഥയെപ്പറ്റി പറയാൻ ഞാൻ ഉപയോഗിച്ചത് എന്താണ്? ബി എന്ന വേർബിൻ്റെ കൂടെ ing ചേർത്ത് പിന്നെ ടയേർഡ് എന്ന വാക്കുകൂടെ ഉപയോഗിച്ചു. അപ്പോൾ ബീയിങ് എന്നാണ് പറയുന്നതെങ്കിലും അതൊരു നൗൺ ആയിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ടയേർഡ് ഐ കുഡിൻ സ്ലീപ്പ്. ഇത് നമുക്ക് ഡിസ്പൈറ്റ് ഉപയോഗിച്ചും പറയാം. ഡിസ്പൈറ്റ് ബീയിങ് ടയേർഡ് ഐ കുഡിൻ സ്ലീപ്പ്. ഇതേപോലെ ഈ ബീയിങ് ഉപയോഗിച്ച് പറയേണ്ടി വരുന്ന ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. ധനികനായിരുന്നിട്ടും അയാളൊരു ചെറിയ വീട്ടിലാണ് കഴിയുന്നത്. എന്താ പറയുക? ഹി ലിവ്സ് ഇൻ എ സ്മോൾ ഹൗസ് ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് വെൽത്തി. കണ്ടോ, സമ്പന്നനായിട്ടും ധനികനായിട്ടും. അത് പറയാൻ ഞാൻ ഉപയോഗിച്ചത് ബീയിങ് വെൽത്തി എന്ന വാക്കാണ്. ഹി ലിവ്സ് ഇൻ എ സ്മോൾ ഹൗസ് ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് വെൽത്തി. അറിയാമല്ലോ, ഇൻസ്പൈറ്റ് എന്നുള്ളത് സെൻറ്റൻസിൻ്റെ നടുക്കും വരാട്ടോ. അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ ഡിസ്പൈറ്റ് ഉപയോഗിച്ച് പറയാം. ഹി ലിവ്സ് ഇൻ എ സ്മോൾ ഹൗസ് ഡിസ്പൈറ്റ് ബീയിങ് വെൽത്തി. ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? പരീക്ഷ ഹാർഡായിരുന്നിട്ടും അവൾക്ക് നല്ല മാർക്ക് കിട്ടി. അതെങ്ങനെ ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നത് നോക്കൂ: ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദി എക്സാം വാസ് ഹാർഡ് ഷീ ഗോട്ട് ഗുഡ് മാർക്സ്. അപ്പോൾ സാധാരണ നമുക്കറിയാം ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞാൽ ഒരു നൗൺ ആയിരിക്കും വരുന്നത് അല്ലേ? പക്ഷേ ഈ സെൻറ്റൻസിൽ എന്താണെന്ന് നോക്കൂ: ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞിട്ട് വന്നത് ദ ഫാക്ട് ദാറ്റ് എന്നീ വാക്കുകളാണ്. അത് കഴിഞ്ഞിട്ട് എന്താ വന്നിരിക്കുന്നത് നോക്കൂ: ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദി എക്സാം വാസ് ഹാർഡ്. അപ്പോൾ ദി എക്സാം എന്നുള്ളത് സബ്ജക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് വാസ് ഹാർഡ്, അവിടെ വാസ് എന്നുള്ള വേർബും വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു വ്യത്യാസമാണ്. അപ്പോൾ സാധാരണ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡിസ്പൈറ്റ് കഴിഞ്ഞ് വരുന്നത് എപ്പോഴും നൗൺ ആണെങ്കിലും ഇവിടെ വന്നിരിക്കുന്നത് സബ്ജക്റ്റും വേർബുമാണ്. അതായത് അതൊരു ക്ലോസ് ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെ വരണമെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡിസ്പൈറ്റ് കഴിഞ്ഞിട്ട് ദ ഫാക്ട് ദാറ്റ് എന്നീ വാക്കുകൾ ഉപയോഗിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇതേ കാര്യം ഞാൻ ഡിസ്പൈറ്റ് ഉപയോഗിച്ചും പറഞ്ഞിട്ടുണ്ട്. ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ദി എക്സാം വാസ് ഹാർഡ് ഷീ ഗോട്ട് ഗുഡ് മാർക്സ്. ഇതേപോലെ വേറൊരു ഉദാഹരണം കൂടെ. ഞങ്ങൾ താമസിച്ചാണ് എത്തിയത്, എന്നിട്ടും ഞങ്ങൾക്ക് ഇരിക്കാൻ നല്ല സീറ്റുകൾ കിട്ടി. അപ്പോൾ അതെങ്ങനെ പറയുന്നത് നോക്കൂ: ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് വി അറൈവ്ഡ് ലേറ്റ്
വി ഫൗണ്ട് ഗുഡ് സീഡ്സ്. കണ്ടോ, ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് കഴിഞ്ഞിട്ട് എന്താ വന്നത്, വി അറൈവ്ഡ് ലേറ്റ്. അപ്പോൾ വി എന്നുള്ളത് സബ്ജക്റ്റാണ്, അറൈവ്ഡ് എന്നുള്ളത് വേർബാണ്. അത് നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞ് ഉപയോഗിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്, നമ്മളവിടെ ദ ഫാക്ട് ദാറ്റ് എന്നീ വാക്കുകൾ ഉപയോഗിച്ചു. ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് വി അറൈവ്ഡ് ലേറ്റ് വി ഫൗണ്ട് ഗുഡ് സീഡ്സ്. ഡിസ്പൈറ്റ് ഉപയോഗിച്ച് പറയാം, ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് വി അറൈവ്ഡ് ലേറ്റ് വി ഫൗണ്ട് ഗുഡ് സീഡ്സ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഒരു കാരണവശാലും ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് എന്ന് പറയരുത്, ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് എന്ന് വേണം പറയാൻ. അതുപോലെ ഡിസ്പൈറ്റ് ദാറ്റ് എന്ന് പറയരുത്, ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ്, അതാണ് ശരി. അങ്ങനെ നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് അതുപോലെ ഡിസ്പൈറ്റ് എങ്ങനെയാണ് ശരിയായിട്ട് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ എന്നിട്ടും എന്നിട്ട് പോലും എന്നൊക്കെയുള്ള അർത്ഥം കിട്ടാൻ വേറെ എന്താണ് രീതികൾ ഇംഗ്ലീഷിലുള്ളതെന്നാണ്. അതാണ് നിങ്ങളിവിടെ കാണുന്നത്, ഈവൻ ദോ, ഓൾ ദോ, ദോ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം കണ്ട സെൻറ്റൻസ് ഓർമ്മയുണ്ടോ, മഴയുണ്ടായിരുന്നിട്ടും ഞങ്ങൾ പുറത്തു പോയി. ഇതെങ്ങനെ ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ച് പറഞ്ഞത്, ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ വി വെൻറ്റ് ഔട്ട്. ഡിസ്പൈറ്റ് ഉപയോഗിച്ചോ, ഡിസ്പൈറ്റ് ദ റെയിൻ വി വെൻറ്റ് ഔട്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഈവൻ ദോ ആണ്. അപ്പോൾ ഈവൻ ദോ വരുമ്പോൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടന കുറച്ചൊന്ന് മാറ്റേണ്ടി വരും. എന്താ പറയുന്നതെന്ന് നോക്കൂ, ഈവൻ ദോ ഇറ്റ് വാസ് റെയിനിങ് വി വെൻറ്റ് ഔട്ട്. അപ്പോൾ ഈവൻ ദോ കഴിഞ്ഞിട്ട് ഇവിടെ എന്താ വന്നിരിക്കുന്നതെന്ന് നോക്കൂ, മുൻപത്തെ പോലെ നൗൺ അല്ല വന്നത്, പിന്നെയോ ഈവൻ ദോ ഇറ്റ് വാസ് റെയിനിങ്. ഇറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്, വാസ് എന്ന് പറയുന്നത് ഒരു വേർബാണ്. അപ്പോൾ ഇതാണ് വ്യത്യാസം. ഈവൻ ദോ കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റും ഒരു വേർബും ആയിരിക്കണം വരുന്നത്. അപ്പോൾ സബ്ജക്റ്റും വേർബും ആകുമ്പോൾ അതൊരു ക്ലോസ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഈവൻ ദോ കഴിഞ്ഞാൽ ഒരിക്കലും നൗൺ മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ. ഇനി നമ്മൾ കണ്ട വേറൊരു സെൻറ്റൻസ്, ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫോഗ് ദ പ്ലെയിൻ ലാൻഡഡ്. മൂടൽമഞ്ഞുണ്ടായിരുന്നിട്ടും പ്ലെയിൻ ലാൻഡ് ചെയ്തു. ഇതേ കാര്യം നമുക്ക് ഈവൻ ദോ ഉപയോഗിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈവൻ ദോ ഇറ്റ് വാസ് ഫോഗി ദ പ്ലെയിൻ ലാൻഡഡ്. കണ്ടോ, ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കൂ, ഈവൻ ദോ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റും ഒരു വേർബും വന്നിരിക്കണം. ഈവൻ ദോ ഇറ്റ് സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് വന്നത് വാസ് വേർബ്. ഈവൻ ദോ ഇറ്റ് വാസ് ഫോഗി ദ പ്ലെയിൻ ലാൻഡഡ്. അപ്പോൾ ഫോഗ് ഉണ്ടായിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഫോഗി എന്ന് പറയുന്നത് കേട്ടോ. മഴ പെയ്യുന്ന അവസ്ഥയ്ക്ക് റെയിനി എന്ന് പറയില്ലേ, അതേപോലെ തന്നെ. ഇനി ഇതേ കാര്യം ഈവൻ ദോ ഉപയോഗിച്ച് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. അതെങ്ങനെയാണെന്ന് നോക്കൂ, ഈവൻ ദോ ദേ വാസ് ഫോഗ് ദ പ്ലെയിൻ ലാൻഡഡ്. അപ്പോൾ ഈവൻ ദോ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റും വേർബും വരണം എന്നാണല്ലോ നിയമം. ഇതാ വന്നിരിക്കുന്നു, ഈവൻ ദോ ദേർ, അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ദേ വാസ് ഫോഗ്, ആ വാസ് ആണ് വേർബ്. ഈവൻ ദോ ദേ വാസ് ഫോഗ് ദ പ്ലെയിൻ ലാൻഡഡ്. ഈ സെൻറ്റൻസ് ഓർമ്മയുണ്ടല്ലോ, ക്ഷീണിതയായിരുന്നിട്ടും എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. അതെങ്ങനെയാണ് പറഞ്ഞത്, ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് ടയേർഡ് ഐ കുഡൻറ്റ് സ്ലീപ്പ്, അല്ലേ? അല്ലെങ്കിൽ ഡിസ്പൈറ്റ് ബീയിങ് ടയേർഡ് ഐ കുഡൻറ്റ് സ്ലീപ്പ്. ഇതേ കാര്യം ഈവൻ ദോ ഉപയോഗിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഈവൻ ദോ ഐ വാസ് ടയേർഡ് ഐ കുഡൻറ്റ് സ്ലീപ്പ്. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ, ഈവൻ ദോ കഴിഞ്ഞിട്ട് സബ്ജക്റ്റും വേർബും വേണ്ടേ. ഈവൻ ദോ ഐ സബ്ജക്റ്റ്, വാസ് വേർബ്. ഈവൻ ദോ ഐ വാസ് ടയേർഡ് ഐ കുഡൻറ്റ് സ്ലീപ്പ്. ഇനി നമ്മൾ മുൻപ് കണ്ട വേറൊരു സെൻറ്റൻസ് ആണ് ഈ കാണുന്നത്, ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദി എക്സാം വാസ് ഹാർഡ് ഷി ഗോട്ട് ഗുഡ് മാർക്സ്. പരീക്ഷ ഹാർഡായിരുന്നിട്ടും അവൾക്ക് നല്ല മാർക്ക് കിട്ടി എന്ന് നമ്മൾ കണ്ടല്ലോ മുൻപ്. ഇതെങ്ങനെയാണ് ഈവൻ ദോ ഉപയോഗിച്ച് പറയുന്നതെന്ന് നോക്കൂ, ഈവൻ ദോ ദി എക്സാം വാസ് ഹാർഡ് ഷി ഗോട്ട് ഗുഡ് മാർക്സ്. കണ്ടോ, ഈവൻ ദോ കഴിഞ്ഞിട്ട് സബ്ജക്റ്റും വേർബും, അതല്ലേ നിയമം. അപ്പോൾ ഈവൻ ദോ കഴിഞ്ഞിട്ട് ദി എക്സാം, അതാണ് സബ്ജക്റ്റ്, വാസ് വേർബ്. ഈവൻ ദോ ദി എക്സാം വാസ് ഹാർഡ് ഷി ഗോട്ട് ഗുഡ് മാർക്സ്. അപ്പോൾ ഈവൻ ദോ പോലെ തന്നെ വരുന്ന രണ്ട് വാക്കുകൾ കൂടെ ഉണ്ടല്ലേ, ഓൾ ദോ, ദോ. നമ്മൾ എങ്ങനെ ഈവൻ ദോ ഉപയോഗിച്ചോ അതേപോലെ തന്നെ നമുക്ക് ഓൾ ദോയും ദോയും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, അർത്ഥത്തിൻ്റെ കാര്യത്തിൽ ഈ മൂന്ന് വാക്കുകൾ തമ്മിൽ വളരെ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ്, ഡിസ്പൈറ്റ്, ഈവൻ ദോ ഈ മൂന്ന് വാക്കുകളും ഉപയോഗിച്ചത് എപ്പോഴാണ്, എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സംഭവിക്കുമ്പോഴാണ് ഈ വാക്കുകളുടെ ആവശ്യം നമുക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ എന്നിട്ടും, എന്നിട്ട് പോലും എന്നൊക്കെയുള്ള അർത്ഥം അതേ രീതിയിൽ വരണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ടത് ഇൻസ്പൈറ്റ് ഓഫ്, ഡിസ്പൈറ്റ്, ഈവൻ ദോ, ഇത് മൂന്നുമാണ്. കാരണം ഓൾ ദോ
അതേപോലെ ദോ ഉപയോഗിക്കുമ്പോൾ അതിന് രണ്ടിനും വരുന്ന മീനിങ് എങ്കിലും എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മൾ തീരെ നനച്ചിരിക്കാത്ത രീതിയിലുള്ളൊരു റിസൾട്ട് വരുന്നു എന്ന് നമുക്ക് ഊന്നി പറയണമെങ്കിൽ അവിടെ ഇൻസ്പൈറ്റ് ഓഫ്, ഡിസ്പൈറ്റ്, ഈവൻ ദോ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അർത്ഥത്തിൽ വരുന്ന ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഈവൻ ദോ ദി എക്സാം വാസ് ഹാർഡ്, ഷി ഗോട്ട് ഗുഡ് മാർക്സ്. പരീക്ഷ ഹാർഡായിരുന്നിട്ടും അവൾക്ക് നല്ല മാർക്ക് കിട്ടി. അപ്പോൾ പരീക്ഷ ഹാർഡായിരുന്നു, നല്ല മാർക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവായിരുന്നു, എന്നിട്ടും അവൾക്ക് നല്ല മാർക്ക് കിട്ടിയെന്ന് നമ്മളവിടെ എംഫസൈസ് ചെയ്യുകയാണ്, അത് നമ്മളവിടെ ഊന്നി പറയുകയാണ്. അപ്പോൾ ഇതേ കാര്യം ഞാൻ ഓൾദോ ഉപയോഗിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഓൾദോ ദി എക്സാം വാസ് ഹാർഡ്, ഷി ഗോട്ട് ഗുഡ് മാർക്സ്. അതിൻ്റെ അർത്ഥം എന്താണ്? പരീക്ഷ ഹാർഡായിരുന്നെങ്കിലും അവൾക്ക് നല്ല മാർക്ക് കിട്ടി. അപ്പോൾ ആ എന്നിട്ടും എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഊന്നൽ ഇവിടെ നമുക്ക് കിട്ടുന്നില്ല. ഇതേപോലെ തന്നെയാണ് ദോ വരുമ്പോഴും. ദോ ദി എക്സാം വാസ് ഹാർഡ്, ഷി ഗോട്ട് ഗുഡ് മാർക്സ്. അവിടെയും അർത്ഥം വരുന്നത് എങ്കിലും എന്ന് മാത്രമാണ്. എന്നിട്ടും, എന്നിട്ട് പോലും എന്നുള്ള ആ ഒരു ഊന്നൽ അവിടെ നമുക്ക് കിട്ടുന്നില്ല. എനിക്ക് ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ, അയാളൊരു കോടീശ്വരനാണ്, എന്നിട്ട് പോലും അയാളൊരു പഴയ കാറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോടീശ്വരനായൊരു വ്യക്തി ഇങ്ങനൊരു പഴയ കാർ ഉപയോഗിക്കുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു കാര്യം എംഫസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? ഈവൻ ദോ, ഇൻസ്പൈറ്റ് ഓഫ്, ഡിസ്പൈറ്റ്. അപ്പോൾ സെൻറ്റൻസസ് ഇങ്ങനെയെല്ലാം പറയാം. ഈവൻ ദോ ഹീ ഈസ് എ മില്യനെയർ, ഹി ഡ്രൈവ്സ് എൻ ഓൾഡ് കാർ. കണ്ടോ, ഈവൻ ദോ ഹീ ഈസ് എ മില്യനെയർ. കണ്ടല്ലോ, ഈവൻ ദോ കഴിഞ്ഞിട്ട് സബ്ജക്റ്റും വേർബും വന്നു. ഹീ ഈസ് എ മില്യനെയർ, ഹി ഡ്രൈവ്സ് എൻ ഓൾഡ് കാർ. അല്ലെങ്കിൽ ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് എ മില്യനെയർ, ഹി ഡ്രൈവ്സ് എൻ ഓൾഡ് കാർ. ഇൻ സ്പൈറ്റ് ഓഫ് കഴിഞ്ഞാൽ വരേണ്ടത് നൗൺ അല്ലെങ്കിൽ ING ഫോമിലുള്ള നൗൺ. എന്താ പറയുന്നത്? ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് എ മില്യനെയർ, ഹി ഡ്രൈവ്സ് എൻ ഓൾഡ് കാർ. അതേപോലെ ഡിസ്പൈറ്റ് ഉപയോഗിക്കാം. ഡിസ്പൈറ്റ് ബീയിങ് എ മില്യനെയർ, ഹി ഡ്രൈവ്സ് എൻ ഓൾഡ് കാർ. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. ഏതായാലും ഇതിനെ ബേസ് ചെയ്ത് ഞാൻ 1-2 ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓപ്ഷൻസാണ് ഞാനിവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഇൻസ്പൈറ്റ് ഓഫ്, ഡിസ്പൈറ്റ്, ഈവൻ ദോ, ഇത് 3 ഓപ്ഷൻസ്. ആദ്യത്തെ ചോദ്യം, സ്പേസ് ബീങ് ഹംഗ്രി, ടോം ഡിഡൻറ്റ് ഈറ്റ്. വിശപ്പുണ്ടായിരുന്നിട്ടും ടോം ഭക്ഷണം കഴിച്ചില്ല. ഏതാണ് ചൂസ് ചെയ്യാമെന്ന് നിങ്ങൾ പറയൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മളിപ്പോൾ കണ്ട അതേ സെൻറ്റൻസ് ഞാൻ വേറൊരു രീതിയിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ആൻസറും വ്യത്യസ്തമായിരിക്കും കേട്ടോ. ചോദ്യം ഇതാണ്, സ്പേസ് ടോം വാസ് ഹംഗ്രി, ഹി ഡിഡൻറ്റ് ഈറ്റ്. സ്പേസ് ടോം വാസ് ഹംഗ്രി, ഹി ഡിഡൻറ്റ് ഈറ്റ്. അപ്പോൾ നന്നായിട്ട് ചിന്തിച്ച് നോക്കൂ. കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ചൂസ് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അഭിപ്രായങ്ങൾ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തതിൽ കാണാം. ബൈ.